ഇന്ത്യയിൽ ഏറ്റവും അധികം പ്രചാരമുള്ള പേയ്മെന്റ് ടൂളായ UPIക്ക് ഒരു വമ്പൻ അപ്ഗ്രേഡ് വരുന്നു. ഈ വർഷം ഓഗസ്റ്റ് 31 മുതൽ ഫോൺ പേ, ഗൂഗിൾ പേ, പേടിഎം തുടങ്ങിയ UPI ആപ്പുകൾ വഴി നിങ്ങൾക്ക് മുൻകൂട്ടി അനുവദിച്ച ലോണുകളും ക്രെഡിറ്റ് ലൈനുകളും നേരിട്ട് ഉപയോഗിക്കാം. അതായത് പണം അയക്കുക, കടകളിൽ നിന്നും ഷോപ്പിംഗ് നടത്തുക, അല്ലെങ്കിൽ പണം പിൻവലിക്കുക തുടങ്ങിയവ ഇനി നിങ്ങളുടെ ലോൺ അല്ലെങ്കിൽ ഓവർഡ്രാഫ്റ്റ് അക്കൗണ്ട് വഴി UPIയിൽ സാധ്യമാകാൻ പോകുന്നു. ഇതുവരെ UPIയിൽ ക്രെഡിറ്റ് ഫീച്ചറുകൾ കടക്കാർക്കുള്ള പേയ്മെന്റുകൾക്ക് മാത്രമായി പരിമിതപ്പെട്ടിരുന്നു. എന്നാൽ ഈ പുതിയ മാറ്റത്തിലൂടെ ലോണുകളും മറ്റും വ്യാപകമായി ഉപയോഗിക്കാനുള്ള അവസരം നൽകുന്നു. ഇതുവരെ UPIയിൽ നിന്നും നമ്മുടെ സ്വന്തം പണം മാത്രമേ ഉപയോഗിക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ. എന്നാൽ നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ പുതിയ നിയമങ്ങൾ പ്രകാരം ഇനി മുൻകൂട്ടി അനുവദിച്ച ലോൺ തുകയും നിങ്ങൾക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കാം. എന്നാൽ ഇതിന് ചില നിബന്ധനകളും മുന്നോട്ട് വെക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, നിർദ്ദേശം പ്രാബല്യത്തിൽ വരുന്നതോടെ നിങ്ങൾക്ക് FD ലോൺ അനുവദിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ UPI വഴി മെഡിക്കൽ ബില്ലുകൾ സ്കാൻ ചെയ്ത് അടയ്ക്കാൻ സാധിക്കും. ചെറുകിട ബിസിനസ് നടത്തുന്നവരാണെങ്കിൽ ബിസിനസ് ഓവർഡ്രാഫ്റ്റ് ഉപയോഗിച്ച് UPI വഴി വിതരണക്കാർക്കോ ജീവനക്കാർക്കോ പണം അയക്കാം. അതുമല്ലെങ്കിൽ വിദ്യാഭ്യാസ ലോൺ ഉണ്ടെങ്കിൽ UPI ഉപയോഗിച്ച് ട്യൂഷൻ ഫീസ് നേരിട്ട് അടയ്ക്കാൻ സാധിക്കും. അതായത് ലോൺ തുക അതിന്റെ ഉദ്ദേശത്തിനനുസരിച്ച് മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ. പുതിയ നിർദ്ദേശം വ്യക്തികൾക്കും ചെറുകിട ബിസിനസ് ഉടമകൾക്കും കൂടുതൽ സൗകര്യപ്രദമാണ്. നേരത്തെ റുപേ ക്രെഡിറ്റ് കാർഡുകളും ഓവർഡ്രാഫ്റ്റ് അക്കൗണ്ടുകളും മാത്രമേ UPIയിൽ ഉപയോഗിക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ. എന്നാൽ ഓഗസ്റ്റ് 31 മുതൽ ഫിക്സഡ് ഡെപ്പോസിറ്റിനെതിരെയുള്ള ലോണുകൾ, ബോണ്ടുകൾ അല്ലെങ്കിൽ ഷെയറുകൾക്കെതിരെയുള്ള ക്രെഡിറ്റ്, പ്രോപ്പർട്ടി അധിഷ്ഠിത ക്രെഡിറ്റ്, സ്വർണ്ണ ലോണുകൾ, വ്യക്തിഗത ലോണുകൾ, ബിസിനസ് ലോണുകൾ, അൺസെക്യൂർഡ് ലോണുകൾ, കിസാൻ ക്രെഡിറ്റ് കാർഡ് ലോണുകൾ എന്നിവയും UPI വഴി ലിങ്ക് ചെയ്ത് ഉപയോഗിക്കാം. ലോൺ തുക എങ്ങനെയും ഉപയോഗിക്കാനാവില്ല. അത് അനുവദിച്ച ഉദ്ദേശത്തിന് മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ. ലോൺ എന്തിനാണ് എന്നതിനെ ആശ്രയിച്ച് ബാങ്കുകൾ പേയ്മെന്റുകൾ അംഗീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യും. അതായത് വിദ്യാഭ്യാസ ലോൺ ആണെങ്കിൽ വിദ്യാഭ്യാസം സംബന്ധിച്ച ആവശ്യങ്ങൾക്ക് മാത്രമേ തുക വിനിയോഗിക്കാൻ സാധിക്കൂ. മാത്രവുമല്ല, തുക അനുവദിക്കുന്നതിൽ വ്യത്യസ്ത ബാങ്കുകൾക്ക് വ്യത്യസ്ത നിയമങ്ങൾ ഉണ്ടായിരിക്കാം. അതിനാൽ ക്രെഡിറ്റ് ലൈൻ ലിങ്ക് ചെയ്യുന്നതിന് മുമ്പ് ഇക്കാര്യങ്ങൾ പരിശോധിക്കുക. സാധാരണ UPI പോലെ ഇവിടെയും പരിധികളുണ്ട്. വ്യക്തിയിൽ നിന്ന് വ്യക്തിക്കും വ്യക്തിയിൽ നിന്ന് കടക്കാർക്കും പ്രതിദിനം പരമാവധി 1 ലക്ഷം രൂപയാണ്. പിന്നെ പ്രതിദിനം 10,000 രൂപ വരെ പണം പിൻവലിക്കാം. വ്യക്തിയിൽ നിന്ന് വ്യക്തിക്ക് പരമാവധി 20 ട്രാൻസ്ഫറുകളാണ് ഒരു ദിവസം. നിങ്ങളുടെ ബാങ്ക് ചിലപ്പോൾ NPCAയേക്കാൾ കർശനമായ നിയമങ്ങൾ ഏർപ്പെടുത്തിയേക്കാം. അതിനാൽ വലിയ പേയ്മെന്റുകൾക്ക് മുമ്പ് ബാങ്കുമായി ബന്ധപ്പെടുക. ക്രെഡിറ്റ് കാർഡുകൾ എളുപ്പത്തിൽ ലഭ്യമല്ലാത്തവർക്ക്, പ്രത്യേകിച്ച് ചെറിയ പട്ടണങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും ചെറുകിട ബിസിനസ് ഉടമകൾക്കും ഈ നീക്കം വലിയ സഹായകരമായി മാറുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്.